The nurse is talking with a client who has breast cancer and is receiving tamoxifen. Which of the following statements by the client would require immediate follow-up? I have been experiencing frequent hot flashes. I have been experiencing vaginal dryness. I have had a decreased interest in sexual intercourse. I have noticed that my menses are heavy. ക്വസ്റ്റ്യൻ ഇതാണ്. ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ഒരു പേഷ്യൻ്റ് ടമോക്സിഫൻ റിസീവ് ചെയ്യുന്നുണ്ട്. അവരോടാണ് സംസാരിക്കുന്ന നഴ്സ്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ബൈ ദി ക്ലയന്റ് വുഡ് റിക്വയർ ഇമ്മീഡിയറ്റ് പെട്ടെന്ന് ഫോളോ അപ്പ് വേണ്ട സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. എന്ന് വെച്ചാൽ അതിൽ നിന്നൊരു പ്രശ്നം മനസ്സിലാക്കി അതിൽ പരിഹാരം വേണം പെട്ടെന്ന്. അപ്പോൾ ടമോക്സിഫൻ നമുക്ക് പുതുമയുള്ള ഒരു ഡ്രഗ് അല്ല അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓങ്കോളജിയിൽ ടമോക്സിഫൻ വന്നിട്ടുണ്ട്. എൻഡോമെട്രിയൽ ക്യാൻസറിലും ബ്രസ്റ്റ് ക്യാൻസറിലും വരുന്നുണ്ട്. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ തന്നെയാണ് ടമോക്സിഫൻ. മനസ്സിലാക്കി, ഇതൊരു ആൻറ്റി ഈസ്ട്രോജൻ ഡ്രഗ് ആണെന്ന് പറഞ്ഞാൽ നമ്മളോട് പഠിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതൊരു സെലക്റ്റീവ് ഈസ്ട്രോജൻ റിസപ്റ്റർ മോഡുലേറ്റർ മരുന്നാണിത്. ഓക്കെ, ഈസ്ട്രോജൻ റിസപ്റ്റർ മോഡുലേറ്റർ എന്ന് വെച്ചാൽ ഈസ്ട്രോജൻ്റെ റിസപ്റ്റേഴ്സിലെ മോഡുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ ഫങ്ഷൻസിനെ ആൾട്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ മരുന്ന് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെ നമുക്ക് കുറച്ച് കോൺട്രാഡിക്റ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയേണ്ടി വരും. വേറെ ഒന്നുകൊണ്ടല്ല, നമ്മൾ വളരെ ആധികാരികമായിട്ട് എൻഡോമെട്രിയൽ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് നമ്മളിത് പറയുമ്പോഴും എൻഡോമെട്രിയൽ ക്യാൻസർ അഥവാ യൂട്രസിൻ്റെ ക്യാൻസറിൻ്റെ കാരണക്കാരനുമായേക്കാം ടമോക്സിഫൻ എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ മെയിൻ ട്രീറ്റ്മെൻ്റ് ആണിത്. അങ്ങനെ ചിന്തിക്കുന്നത് നല്ലത് സത്യത്തിൽ. കാരണം ഇതിൻ്റെ റിസപ്റ്റേഴ്സിലാണ് ഈ മരുന്നിൻ്റെ കളി. ഈസ്ട്രോജൻ വില്ലനാകുന്ന സാഹചര്യത്തിൽ പോയിട്ട് അവനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത്, മെയിനായിട്ട് ചെയ്യുന്നത്. പക്ഷേ ചില ടിഷ്യൂസിൽ ഇത് എന്ന് വെച്ചാൽ ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുക, അണ്ടഗോണിസ്റ്റാണിത്, ഈസ്ട്രോജൻ്റെ അണ്ടഗോണിസ്റ്റാണ്, ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ചില ടിഷ്യൂസിൽ ഇത് പാർഷ്യലി അഗോണിസ്റ്റ് ആകാനും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞത്. ചില ടിഷ്യൂസ് എന്ന് പറയുന്നതിൽ ഉദ്ദേശിക്കുന്ന മെയിനാണ് എൻഡോമെട്രിയം, യൂട്രസിൻ്റെ എൻഡോമെട്രിയം. അവിടെ ചിലപ്പം ഇവൻ ഈസ്ട്രോജനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമെന്നും പറയുന്നുണ്ട്. ഞാൻ മനഃപൂർവ്വമാണ് പറഞ്ഞത്, കാരണം ഇതിൻ്റെ കണ്ടൻറ്റ് അതിലോട്ടാണ് കണക്ഷൻ കൊണ്ടുവരുന്നത്. അപ്പം നിങ്ങൾക്ക് തോന്നും നമ്മൾ തിയറി പഠിച്ചതുമായിട്ട് ചെറിയ വ്യത്യാസമൊന്നുമില്ല, കറക്റ്റ് തന്നെയാണ്. എൻഡോമെട്രിയൽ ക്യാൻസറിൻ്റെ കാരണമാകുന്നതോടൊപ്പം ഇതിൻ്റെ ആൻറ്റി ഈസ്ട്രോജനിക് പ്രോപ്പർട്ടി കാരണം ഇതിൻ്റെ മരുന്നായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതാണ് ഞാൻ പറഞ്ഞ കോൺട്രാക്ട്. നമ്മളിപ്പോൾ പാരസെറ്റമോൾ പനി ഉണ്ടായിട്ട് പാരസെറ്റമോൾ പനി ഉണ്ടാക്കുന്നു, ആ പനിക്ക് നമ്മൾ പാരസെറ്റമോൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ ലോജിക്കാണ് ഇവിടെ കണക്ട് ചെയ്തുകൊണ്ട് വരുന്നവർ. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഈസ്ട്രോജൻ കാരണം ഒരു ക്യാൻസർ ഉണ്ടാകുന്നു, ടമോക്സിഫൻ കാരണം ഒരു ക്യാൻസർ ഉണ്ടാകുന്നു, എന്നിട്ട് അതിനെ മാറ്റാൻ വേണ്ടി നമ്മൾ ടമോക്സിഫൻ തന്നെ ഉപയോഗിക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഓക്കെ, കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ആദ്യം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇത് ഈസ്ട്രോജൻ്റെ മുകളിലാണ് ഇതിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്നത്. അത് പറഞ്ഞ അതാണ്, ചിലയിടത്ത് ഈസ്ട്രോജനെ ബ്ലോക്ക് ചെയ്യുമ്പം ചിലയിടത്ത് ഇവനെ ഈസ്ട്രോജൻ്റെ സഹായിയായിട്ട് നിന്നളയും, അഗോണിസ്റ്റായിട്ട്. പക്ഷെ പാർഷ്യൽ അഗോണിസ്റ്റ് എന്ന് പറയുന്നത് അതെവിടെയാണ്? എൻഡോമെട്രിയത്തിൽ. അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഇതിനുണ്ട്. ഓക്കെ, അത് ചിന്തിക്കുക. അപ്പോൾ ഇൻ ദി ബ്രസ്റ്റ് ടമോക്സിഫൻ ബ്ലോക്സ് ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സ് വിച്ച് ഈസ് ഹെൽപ്ഫുൾ ഇൻ ഇൻഹിബിറ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ഈസ്ട്രോജൻ റിസപ്റ്റർ പോസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ സെൽസ്. മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ട് തന്നെ അവിടുത്തെ ബ്രസ്റ്റിലെ ക്യാൻസറിൻ്റെ വളർച്ചയെ തടയാൻ ഈ മരുന്നിന് കഴിയുമെന്നാണ് പറയുന്നത്. ഈസ്ട്രോജൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? കാരണം ഈസ്ട്രോജൻ ഇൻഡ്യൂസ്ഡ് ഗ്രോത്ത് ആണ് മെയിനായിട്ട്. അപ്പോൾ ഹൗഎവർ ഇൻ ദി യൂട്രസ് tamoxifen stimulates estrogen activity resulting in excessive endometrial proliferation, വളർച്ച, endometrial hyperplasia എന്നൊക്കെ പറയാം. That can eventually leads to cancer. ചുരുക്കി പറഞ്ഞുകൊണ്ട് വന്നതിന് ചുരുക്കം ടമോക്സിഫൻ എൻഡോമെട്രിയൽ ക്യാൻസർ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സൂചനയായിട്ട് ഇറഗുലർ ഓർ എക്സസീവ് വജൈനൽ ബ്ലീഡിംഗ് in clients taking tamoxifen can be a sign of endometrial cancer that requires immediate follow-up. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഹെവി ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ, അത് ഇൻ ബിറ്റ്വീൻ ദി മെൻസസോ മെൻസ്ട്രൽ ടൈമിലോ ഒക്കെ ബ്ലീഡിങ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ടമോക്സിഫൻ എടുക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ സംശയിക്കുന്നുണ്ട്, തെറ്റൊന്നുമില്ല. കാരണം ഇവൻ ക്യാൻസർ ഉണ്ടാക്കാനും മിടുക്കനാണ്. അതുകൊണ്ട് ഓക്കെ, ക്യാൻസറിൻ്റെ മരുന്നാണ് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ ക്യാൻസർ ഉണ്ടാക്കാനും കഴിവുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. പിന്നെ വേറൊരു കാര്യം ഇതും കൂടെ അറിഞ്ഞിരിക്കുക, അപ്പോൾ എവിടെയെങ്കിലും ഗുണപ്പെട്ടേക്കാം നിങ്ങൾക്ക്. ഇതിന് ഈസ്ട്രോജൻ സ്റ്റിമുലേറ്റിംഗ് ആക്ഷൻസും കൂടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ടമോക്സിഫൻ ഉപയോഗിക്കുന്നതിൽ മറ്റേ ക്ലോട്ട് ഫോർമേഷൻ റിസ്ക്കും ഉണ്ട്, ത്രോംബോ എംബോളിക് റിസ്കുകളും ഉണ്ട് അവർക്ക്. ഓക്കെ,
കാരണം സ്ട്രോക്ക്, പൾമോണറി എംബോളിസം, മറ്റേ DVT പോലുള്ള പ്രശ്നങ്ങളും ടമോക്സിഫൻ അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. അതൊരു കണ്ടന്റാണ്, വേറൊരു ക്വസ്റ്റൻ ഉണ്ടാക്കാൻ പറ്റിയൊരു കണ്ടന്റാണ് അത്. ടമോക്സിഫൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞ് വെച്ച് അടിച്ചു കൊണ്ടുവരാം. ഓക്കെ, ക്ലോട്ട് ഉണ്ടാകാനുള്ള റിസ്ക് ഉണ്ട്. അത് ഈ പറഞ്ഞ പൾമോണറി എംബോളിസം പോലുള്ള റിസ്കുകളും അവരിലുണ്ടാകും. കാരണം ഇതിന് ഈസ്ട്രജൻ സ്റ്റിമുലേറ്റിംഗ് എഫക്റ്റ് ഉള്ളതുകൊണ്ട്. മനസ്സിലായോ? ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർക്ക് മെയിൻ ഡ്രഗാണ് ഇതെന്ന് നമ്മൾ പറഞ്ഞു. അത് റിക്കറൻസ്, അത് വീണ്ടും വരാതിരിക്കാൻ വേണ്ടി ഇത് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുണ്ട്. 5 to 10 years ഒക്കെ ഇവർക്ക് എഴുതി കൊടുക്കാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈഫ് ത്രെട്ടണിങ് അഡ്വേഴ്സ് എഫക്റ്റ്, പ്രത്യേകിച്ച് ഒരു ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത, പിന്നെ ക്ലോട്ട് ഫോർമേഷൻ ഉള്ള സാധ്യത. അതുകൊണ്ട് ക്ലോസ് മോണിറ്ററിങ് വേണം ഈ മരുന്ന് കഴിച്ച് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴെന്നാണ് പറയുന്നത്. എന്തെങ്കിലും കിട്ടിയോ? അപ്പോൾ അതാണ് അവിടെ അവസാനം കിടപ്പുണ്ട്. ഐ ഹാവ് നോട്ടീസ് ദാറ്റ് മൈ മെൻസസ് ആർ ഹെവി എന്ന് പറഞ്ഞാൽ അത് എൻഡോമെട്രിയൽ ക്യാൻസറിൻ്റെ സൂചന ആയേക്കാവുന്ന ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, വലിയ എഫക്റ്റ്, അഡ്വേഴ്സ് എഫക്റ്റ് തന്നെയാണ്. അപ്പോൾ കോംപ്ലിക്കേഷൻ ആണെങ്കിൽ വേണമെങ്കിൽ പറയാം. സോ അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുമ്പം ബ്ലീഡിങ് ഹെവി ആയിട്ടുള്ളത് ഈ മരുന്നിൻ്റെ എൻഡോമെട്രിയത്തിലുള്ള പണിയായിരിക്കാം. ഓക്കെ, അങ്ങനെ ചിന്തിക്കാം. ഇത് ഞാൻ അതും കൂടെ പറഞ്ഞാലേ നിങ്ങൾക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കിട്ടത്തുള്ളൂ. പറയണം. ഇതിന് തിരിച്ചിനും ചിന്തിക്കണം. ഈസ്ട്രജൻ റിസപ്റ്റേഴ്സ് ബ്ലോക്കിംഗ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് നമ്മളിപ്പം പ്രായമാകുമ്പോൾ, സ്ത്രീകൾ പ്രായമാകുമ്പോൾ നമുക്കറിയാം മെനോപാസ് സംഭവിക്കും അല്ലേ, 45 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ മെനോപാസിൽ എന്താ സംഭവിക്കുന്നത്? ഈസ്ട്രജൻ വിഡ്രോവലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ മെനോപാസിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഈസ്ട്രജൻ വിഡ്രോ ആവുന്നതുകൊണ്ടുള്ള സിംറ്റംസ് കാണിക്കും അല്ലേ. അതൊക്കെ ഒന്ന് പറഞ്ഞേക്കുക. മെയിനായിട്ട് വജൈനൽ ഡ്രൈനസ്, ഹോട്ട് ഫ്ലാഷസ്, പിന്നെ അതുപോലെ തന്നെ നൈറ്റ് സ്വെറ്റ്, പിന്നെ ഡിക്രീസ്ഡ് ലിബിഡോ എന്ന് വെച്ചാൽ സെക്ഷൽ ഇൻട്രസ്റ്റ് കുറയുക അല്ലെങ്കിൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻ. മനസ്സിലായല്ലോ? വജൈനൽ ഡ്രൈനസ്, ഹോട്ട് ഫ്ലാഷസ്, സെക്ഷൽ ഡിസ്ഫങ്ഷൻ, പിന്നെ അങ്ങനെയുള്ള സിംറ്റംസ്. ഇതൊക്കെ മെനോപാസിൻ്റെ സിംറ്റംസ് ആണ്. കാരണം അവിടെ ഈസ്ട്രജൻ വിഡ്രോവലുണ്ട്. ഇതിന് ഈസ്ട്രജൻ ബ്ലോക്കിംഗ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് ടമോക്സിഫൻ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഇതൊക്കെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കുറേ ആയി, വലിയ പ്രശ്നങ്ങളാണ്. ഏതൊക്കെ നമ്മൾ പറഞ്ഞത്? ക്ലോട്ട് ഫോർമേഷനും പിന്നെ എൻഡോമെട്രിയൽ ക്യാൻസറും. അതുകൂടാതെ ലൈറ്റായിട്ട് കാണിക്കുന്ന പ്രശ്നങ്ങളാണ്. കാരണം ഇതിൻ്റെ എക്സ്പെക്റ്റഡ് സൈഡ് എഫക്റ്റ് എന്ന് പറയാം, അങ്ങനെ പറയുന്നത് നല്ലത്. ഏത്? ഈ വജൈനൽ ഡ്രൈനസും ഹോട്ട് ഫ്ലാഷസും സെക്ഷൽ ഡിസ്ഫങ്ഷനും ഒക്കെ. മനസ്സിലായി? ഇനി ഓപ്ഷൻസ് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഐ ഹാവ് ബീൻ എക്സ്പീരിയൻസിങ് ഫ്രീക്വൻറ്റ് ഹോട്ട് ഫ്ലാഷസ് ഉണ്ടാവും. കാരണം ഈ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആണ്. ഫോളോ അപ്പ് ഒന്നും വേണ്ട, മരുന്നിൻ്റെ കൂട്ടത്തിലുള്ള അത് അല്ലേ. വാക്സിൻ എടുക്കുമ്പോൾ മനി വരുന്ന പോലെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഐ ഹാവ് ബീൻ എക്സ്പീരിയൻസിങ് വജൈനൽ ഡ്രൈനസ് ഉണ്ടാവും. കാരണം ഇത് ഈസ്ട്രജനെ ബ്ലോക്കും ചെയ്യുന്നതുകൊണ്ട്. ഐ ഹാവ് ഹാഡ് എ ഡിക്രീസ് ഇൻട്രസ്റ്റ് ഇൻ സെക്ഷൽ ഇൻ്റർകോഴ്സ്, സെയിം റീസൺ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് മൂന്നും എക്സ്പെക്റ്റഡ് ഫൈൻഡിങ്സ്, അല്ലെങ്കിൽ ഫൈൻഡിങ്സ് എന്ന് വെരി എക്സ്പെക്റ്റഡ് സൈഡ് എഫക്ട്സ് ആണ്. അതിന് ഇമ്മീഡിയറ്റ് ഫോളോ അപ്പ് വേണ്ടത് ക്യാൻസർ ആകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഓപ്ഷൻ 4 ഐ ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് മൈ മെൻസസ് ആർ ഹെവി, അതാണ് ആൻസർ. നമുക്ക് എൻഗ്ലെക്സാറിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പാക്കേജ് അല്ലെങ്കിൽ കോഴ്സ് അവൈലബിൾ ആണ്. ഈ ഒരു പാക്കേജിനുള്ളിൽ 60 മണിക്കൂറിൻ്റെ തിയറി ക്ലാസ് വരുന്നുണ്ട്. സിസ്റ്റം വൈസ് ആയിട്ട് സൗണ്ടേഴ്സ് ബേസ് ചെയ്തുകൊണ്ടാണ് തിയറി ക്ലാസ് പോകുന്നത്. പിന്നെ വരുന്നത് മെയിനായിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസ് ആണ്. നെക്സ്റ്റ് ജനറേഷൻ ക്വസ്റ്റ്യൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യു വേൾഡിൽ നിന്നും ആർച്ചർ റിവ്യൂവിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇത് കൂടാതെ ഏകദേശം ഒരു 10,000-അടുത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പാക്കേജ് എടുക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻഗ്ലെക്സാറിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ. ഇതുകൂടാതെ പ്രോമെട്രിക്, അതിനകത്തിൽ സൗദി പ്രോമെട്രിക്, ഖത്തർ പ്രോമെട്രിക്, കുവൈറ്റ് പ്രോമെട്രിക് ഒക്കെ വരും. പിന്നെ DH, HAD, MOH, NHRA, പിയേഴ്സൺ വ്യൂ പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് 60 hours-ൻ്റെയും 5 days-ൻ്റെയും ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. പിന്നുള്ളതെന്ന് വെച്ചാൽ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടിയിട്ട് DME, എയിംസ് പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് റെഗുലർ ക്ലാസ്സസും നമ്മുടെ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ഓക്കെ, ഐഫോണും എന്താ പറയണ്ടേ, ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഞാൻ ഈ പറഞ്ഞ കോഴ്സുകളുടെ എല്ലാം ഡെമോ ക്ലാസ്സസും അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം.